വാഹനങ്ങൾ വാങ്ങുന്ന സമയത്ത് മോസ്റ്റ്ലി എല്ലാവരും ലോൺ ഉപയോഗിച്ചാണ് വാങ്ങാറുള്ളത്. എന്നാൽ ഇങ്ങനെ വാഹനങ്ങൾ വാങ്ങിക്കുന്ന സമയത്ത് വലിയൊരു എമൗണ്ട് ഇൻട്രസ്റ്റ് ആയിട്ട് നമ്മൾ അടയ്ക്കാറുണ്ട്. വാഹനത്തിൻ്റെ വില ബേസ് ചെയ്ത് എത്ര മാസത്തിനുള്ളിൽ അടച്ചു തീർക്കാം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് ലോൺ തരുന്ന സ്ഥാപനത്തിലെ അല്ലെങ്കിൽ ബാങ്കിലെ സ്റ്റാഫ് പറയുന്ന എമൗണ്ട് EMI അടച്ചാണ് നമ്മളിത് ക്ലോസ് ചെയ്യാറുള്ളത്. ഇങ്ങനെ EMI എമൗണ്ട് അടയ്ക്കുന്ന സമയത്ത് വാഹനത്തിൻ്റെ വിലയായ പ്രിൻസിപ്പൽ വാല്യൂവിലേക്ക് എത്ര എമൗണ്ടാണ് ആഡ് ചെയ്യുന്നതെന്നും ഇൻട്രസ്റ്റിലേക്ക് എത്ര എമൗണ്ടാണ് ചേർക്കുന്നതെന്നും നമ്മൾ അറിയാറില്ല. വാഹനം വാങ്ങിക്കുന്നതിന് വേണ്ടി നമുക്ക് ലോൺ തരുന്ന സ്ഥാപനം അല്ലെങ്കിൽ ഒരു ബാങ്ക് എങ്ങനെയാണ് ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഈ കാണുന്ന എക്സൽ വർക്ക്ഷീറ്റിൽ ഡെമോയ്ക്ക് വേണ്ടി ഞാനൊരു കാർ ലോൺ കാൽക്കുലേറ്റർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡെമോ കാണിക്കുന്നതിന് വേണ്ടി വാഹനത്തിൻ്റെ വിലയായ പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന ഈ ഒരു ഭാഗത്ത് ഞാൻ 7 lakh എന്ന് എൻട്രി ചെയ്തിട്ടുണ്ട്. ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് 9 എന്നും റിമൈനിങ് മന്ത്സ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് 3 വർഷത്തെ സമയപരിധിക്ക് വേണ്ടി 3 വർഷം എന്നുള്ളത് 36 months എന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പ്രിൻസിപ്പൽ റിമൈനിങ് എന്ന ഈ ഒരു സെല്ലിൽ EMI അടയ്ക്കുന്നതിന് മുമ്പുള്ള ഫസ്റ്റ് വാല്യൂ 7 lakh എന്നുള്ളത് എൻട്രി ചെയ്തിട്ടുണ്ട്. ഈ ഒരു പ്രിൻസിപ്പൽ എമൗണ്ട് ബേസ് ചെയ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു മാസം അടയ്ക്കേണ്ട EMI വാല്യൂ എന്നുള്ളത് 22,259.81 എന്നുള്ളതാണ്. ഫസ്റ്റ് മാസത്തെ EMI പേ ചെയ്യുന്ന സമയത്ത് വാഹനത്തിൻ്റെ വിലയായ പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് ചേർക്കുന്നത് 17,009.81 rupees എന്നുള്ളത് മാത്രമാണ്. ഫസ്റ്റ് മാസത്തെ ഇൻട്രസ്റ്റ് എന്നുള്ളത് 5,250 എന്നുമാണ്. എന്നാൽ രണ്ടാമത്തെ മാസത്തെ EMI എമൗണ്ട് പേ ചെയ്യുന്ന സമയത്ത് പ്രിൻസിപ്പൽ എമൗണ്ടിലേക്ക് 17,137.39 എന്നുള്ള വാല്യൂവും ഇൻട്രസ്റ്റ് എന്നുള്ള ഭാഗത്ത് 5,122.43 എന്ന വാല്യൂവും ആഡ് ആയത് കാണാം. അതുപോലെ മൂന്നാമത്തെ മാസത്തെ EMI എമൗണ്ട് അടയ്ക്കുന്ന സമയത്ത് 17,265.92 എന്ന് പ്രിൻസിപ്പൽ വാല്യൂവും ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളത് 4,993.90 എന്നും ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. അതായത് ഓരോ മാസത്തെ EMI പേ ചെയ്യുന്നതിനനുസരിച്ച് പ്രിൻസിപ്പൽ വാല്യൂ ഇൻക്രീസ് ചെയ്തു വരുന്നതും ഇൻട്രസ്റ്റ് വാല്യൂ ഡിക്രീസ് ചെയ്തു വരുന്നതും കാണാം. ഫസ്റ്റ് 6 മാസത്തെ EMI എമൗണ്ട് പേ ചെയ്യുന്ന സമയത്ത് പ്രിൻസിപ്പൽ എമൗണ്ട് എന്നുള്ളതും ഇൻട്രസ്റ്റ് എമൗണ്ട് എന്നുള്ളതും അപ്ഡേറ്റ് ചെയ്തു വന്നത് കാണാം. മുകളിൽ കാണുന്ന ഈ ഒരു ഭാഗത്ത് 6 മാസം എത്ര എമൗണ്ടാണ് പേ ചെയ്തിരിക്കുന്നതെന്നും പേ ചെയ്തിരിക്കുന്ന എമൗണ്ടിൽ ടോട്ടൽ ഇൻട്രസ്റ്റ് എമൗണ്ടും അപ്ഡേറ്റ് ചെയ്തു വരുന്നത് കാണാം. പ്രിൻസിപ്പൽ റിമൈനിങ് എന്ന് കാണുന്ന ഈ ഒരു കോളങ്ങളിൽ EMI പേ ചെയ്യുന്നതിനനുസരിച്ചുള്ള ബാലൻസ് എമൗണ്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. പ്രിൻസിപ്പൽ എമൗണ്ട് എന്നുള്ള ഈ ഒരു ഭാഗത്ത് 7 lakh എന്നുള്ളത് ചേഞ്ച് ചെയ്ത് 8 lakh എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് താഴെയുള്ള സെല്ലുകളിലെല്ലാം വാല്യൂ അപ്ഡേറ്റ് ചെയ്തു വരുന്നത് കാണാം. 36 EMIയും പേ ചെയ്യുന്ന സമയത്ത് ഓരോ മാസങ്ങളിൽ പ്രിൻസിപ്പൽ വാല്യൂവിൽ ആഡ് ചെയ്യുന്ന എമൗണ്ടിൻ്റെ വ്യത്യാസവും ഇൻട്രസ്റ്റ് റേറ്റിലെ വ്യത്യാസവും ഈ ഒരു കോളങ്ങളിൽ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിച്ച് കാർ ലോൺ കാൽക്കുലേറ്റർ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. പുതിയൊരു എക്സൽ വർക്ക്ഷീറ്റ് ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടി കീബോർഡിൽ Ctrl+N എന്നുള്ളത് സെലക്ട് ചെയ്തു. ഓപ്പണായി വന്ന ഈ ഒരു ബ്ലാങ്ക് എക്സൽ വർക്ക്ഷീറ്റിൽ ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് മന്ത്സ് എന്ന് ടൈപ്പ് ചെയ്തു. അടുത്ത സെല്ലിൽ EMI എന്ന് ടൈപ്പ് ചെയ്തു. അതിനടുത്ത സെല്ലിൽ പ്രിൻസിപ്പൽ, തൊട്ടടുത്ത സെല്ലിൽ ഇൻട്രസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തു. ഈ ഒരു സെല്ലിൽ പ്രിൻസിപ്പൽ റിമൈനിങ് എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഈ ഒരു 3 കോളം സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോളം വിഡ്ത്ത് എന്നുള്ളത് ഞാൻ 19 എന്ന് സെലക്ട് ചെയ്തു. ശേഷം ഈ 2 കോളം സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കോളം വിഡ്ത്ത് എന്നുള്ളത് 22.5 എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം ഈ ഒരു കോളം ഞാൻ റെഡ്യൂസ് ചെയ്തു. ഫസ്റ്റ് റോയും സൈസ് ഞാൻ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്.
ശേഷം ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് ടൈപ്പ് ചെയ്തു. താഴെ ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് എന്ന് ടൈപ്പ് ചെയ്തു. അതിന് താഴെ റിമൈനിങ് മന്ത്സ് എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് ടോട്ടൽ ഇൻട്രസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്തു. ഈ ഒരു സെല്ലിൽ ടോട്ടൽ പെയ്ഡ് എമൗണ്ട് എന്ന് ടൈപ്പ് ചെയ്തു. അതിനുശേഷം ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് കാർ ലോൺ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം ഈ ഒരു എൻറ്റയർ വർക്ക്ഷീറ്റ് സെലക്ട് ചെയ്ത് ഫോണ്ട് എന്ന് കാണുന്ന ഈ ഒരു ഭാഗത്ത് ട്രബുചെറ്റ് MS എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു റോ സെലക്ട് ചെയ്ത് റോ ഹൈറ്റ് എന്നുള്ളത് 45 എന്ന് സെലക്ട് ചെയ്തു. ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് ഫോണ്ട് സൈസ് എന്നുള്ളത് 32 എന്ന് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു 3 റോ സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റോ ഹൈറ്റ് എന്നുള്ളത് 21 എന്ന് ടൈപ്പ് ചെയ്തു. ടെക്സ്റ്റ് സൈസ് ഞാൻ ഇൻക്രീസ് ചെയ്തു. അതിനുശേഷം ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്ത് ടെക്സ്റ്റ് ഞാൻ ബോൾഡ് ചെയ്തു. ടെക്സ്റ്റ് സെൻറ്ററിലേക്ക് മൂവ് ചെയ്തു. അതിനുശേഷം ഗ്രിഡ് ലൈൻ റിമൂവ് ചെയ്യുന്നതിന് വേണ്ടി വ്യൂ എന്നുള്ള ടാബ് സെലക്ട് ചെയ്ത് ഗ്രിഡ് ലൈൻ എന്നുള്ള ഈ ഒരു ഭാഗത്തെ ടിക്ക് മാർക്ക് റിമൂവ് ചെയ്തു. ശേഷം ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്ത് ഹോം ടാബ് സെലക്ട് ചെയ്തു. സെൽ കളർ എന്നുള്ളത് ലൈറ്റ് ഗ്രീൻ സെലക്ട് ചെയ്തു. അതിനുശേഷം ഹെഡിങ് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്ത് സെൽ കളർ എന്നുള്ളത് ഡാർക്ക് ഗ്രീൻ സെലക്ട് ചെയ്തു. ടെക്സ്റ്റ് കളർ എന്നുള്ളത് വൈറ്റ് സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്ത് ടെക്സ്റ്റ് കളർ എന്നുള്ളത് ഡാർക്ക് ഗ്രീൻ സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്ത് ഈ ഒരു ഏരോയിൽ ക്ലിക്ക് ചെയ്ത് ഏറ്റവും താഴെ കാണുന്ന മോർ ബോർഡേഴ്സ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഫോർമാറ്റ് സെൽസ് എന്ന ഈ ഒരു വിൻഡോയിൽ കളർ എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് ഡാർക്ക് ഗ്രീൻ സെലക്ട് ചെയ്തു. ഈ ഒരു ലൈൻ സെലക്ട് ചെയ്ത് ഏറ്റവും താഴ്ഭാഗത്ത് ഈ ഒരു ലൈൻ സെലക്ട് ചെയ്തു. ശേഷം ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഈ ഒരു റോയുടെ സൈസ് ഞാൻ റെഡ്യൂസ് ചെയ്തു. ഈ ഒരു റോയുടെ സൈസും ഞാൻ റെഡ്യൂസ് ചെയ്തു. അതിനുശേഷം ഡാറ്റ എൻട്രി വരേണ്ട ഈ ഒരു സെല്ലുകളിലെല്ലാം ആൾട്ടർനേറ്റീവ് കളർ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. കണ്ടീഷണൽ ഫോർമാറ്റിംഗ് എന്നുള്ള ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് താഴെ ഡിസ്പ്ലേ ചെയ്യുന്ന ന്യൂ റൂൾ എന്നുള്ളത് സെലക്ട് ചെയ്തു. ന്യൂ ഫോർമാറ്റിംഗ് റൂൾ എന്നുള്ള ഈ ഒരു വിൻഡോയിൽ യൂസ് എ ഫോർമുല ടു ഡിറ്റർമൈൻ വിച്ച് സെൽസ് ടു ഫോർമാറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഫോർമുല എൻട്രി ചെയ്യേണ്ട ഈ ഒരു ഭാഗത്ത് ഈക്വൽസ് ടു മോഡ് ബ്രാക്കറ്റ് ഓപ്പൺ റോ ബ്രാക്കറ്റ് ഓപ്പൺ ബ്രാക്കറ്റ് ക്ലോസ് കോമ ശേഷം 2 അതിനുശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. ശേഷം ഫോർമാറ്റ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ഫോർമാറ്റ് സെൽസ് എന്നുള്ള ഈ ഒരു വിൻഡോയിലെ ഫിൽ എന്നുള്ള ഭാഗത്ത് ഈ ഒരു ലൈറ്റ് ഗ്രീൻ കളർ സെലക്ട് ചെയ്തു. ഈ ഒരു വിൻഡോ ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഈ ഒരു വിൻഡോയിലും ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. അതിനുശേഷം താഴേക്ക് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഡാറ്റ മൂവ് ചെയ്യാതിരിക്കാൻ ഈ ഒരു റോ സെലക്ട് ചെയ്ത് വ്യൂ എന്നുള്ള ഭാഗം സെലക്ട് ചെയ്ത് ഫ്രീ സ്പേസ് എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു റോകളെല്ലാം സെലക്ട് ചെയ്ത് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് റോ ഹൈറ്റ് എന്നുള്ളത് 21 എന്ന് സെലക്ട് ചെയ്തു. എൻട്രി ചെയ്യേണ്ട ഡാറ്റ സെല്ലുകളുടെ സെൻറ്റർ ഭാഗത്ത് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഹോം എന്നുള്ളത് സെലക്ട് ചെയ്ത് ഈ ഒരു ഭാഗം സെലക്ട് ചെയ്തു. കാർ ലോൺ ടോട്ടൽ അടയ്ക്കേണ്ടത് 3 വർഷമാണ്. 3 വർഷത്തേക്ക് വേണ്ടി ഈ ഒരു സെല്ലുകളിൽ 0 മുതൽ 35 വരെ ഞാൻ ടൈപ്പ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ടോട്ടൽ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്തു. ബോർഡർ ലൈൻ ഇൻസേർട്ട് ചെയ്യുന്നതിന് വേണ്ടി കൺട്രോൾ 1 എന്നുള്ളത് സെലക്ട് ചെയ്തു. ഫോർമാറ്റ് സെൽസ് എന്ന ഈ ഒരു വിൻഡോയിൽ കളർ എന്നുള്ളത് ഡാർക്ക് ഗ്രീൻ കളർ സെലക്ട് ചെയ്തു. ഈ ഒരു ലൈൻ സെലക്ട് ചെയ്ത് മുകൾ ഭാഗത്തും താഴ്ഭാഗത്തും സെലക്ട് ചെയ്തു. അതിനുശേഷം ഓക്കെ എന്നുള്ളത് സെലക്ട് ചെയ്തു. ശേഷം ഈ ഒരു റോയുടെ ഹൈറ്റ് ഞാൻ കുറച്ച് ഇൻക്രീസ് ചെയ്തു. ഈ ഒരു ഭാഗത്ത് ടോട്ടൽ എന്ന് ടൈപ്പ് ചെയ്തു. ഈ ഒരു ടെക്സ്റ്റ് ഞാൻ ഇൻക്രീസ് ചെയ്തു. ടെക്സ്റ്റ് ഗ്രീൻ കളർ സെലക്ട് ചെയ്തു. അതിനുശേഷം ഈ ഒരു സെല്ലുകളെല്ലാം സെലക്ട് ചെയ്ത് ടെക്സ്റ്റ് ഞാൻ ബോൾഡ് ചെയ്തു.
ശേഷം ഈ ഒരു ഭാഗത്തായി ഞാനൊരു കാർ പിക്ചർ ഇൻസേർട്ട് ചെയ്യുന്നുണ്ട്. ശേഷം പ്രിൻസിപ്പൽ എമൗണ്ട് എന്ന് കാണുന്ന ഈ ഒരു സെല്ലിൽ 5 lakh എന്ന് ടൈപ്പ് ചെയ്തു. ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് എന്നുള്ള ഈ ഒരു സെല്ലിൽ 9 എന്ന് ടൈപ്പ് ചെയ്തു. റിമൈനിങ് മന്ത്സ് എന്നുള്ള ഈ ഒരു സെല്ലിൽ 3 വർഷത്തെ മാസങ്ങൾ മെൻഷൻ ചെയ്യുന്നതിന് വേണ്ടി 36 എന്ന് ടൈപ്പ് ചെയ്തു. ശേഷം പ്രിൻസിപ്പൽ റിമൈനിങ് എമൗണ്ട് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു എമൗണ്ട് എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. അതിനുശേഷം നമുക്ക് കണ്ടെത്തേണ്ടത് പ്രിൻസിപ്പൽ എമൗണ്ടായ 5 lakh നിന്നും 9% ഇൻട്രസ്റ്റ് ബേസ് ചെയ്ത് 36 മാസങ്ങളിൽ അടയ്ക്കേണ്ട EMI വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. മൈക്രോസോഫ്റ്റ് എക്സലിൽ EMI കാൽക്കുലേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ഫംഗ്ഷനാണ് PMT എന്നുള്ളത്. ഈക്വൽസ് ടു PMT ഫംഗ്ഷൻ ബ്രാക്കറ്റ് ഓപ്പൺ റേറ്റ് എന്നുള്ള സ്ഥലത്ത് ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ള 9 ടൈപ്പ് ചെയ്തു. 9 എന്നുള്ളത് ഇയർലി ഇൻട്രസ്റ്റ് പെർസെൻറ്റേജ് ആണ്. മന്ത്ലി വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഡിവൈഡഡ് ബൈ 12 ഡിവൈഡഡ് 100 ശേഷം കോമ. NPR എന്നുള്ള ഈ ഒരു ഭാഗത്ത്, അതായത് നമ്പർ ഓഫ് പീരീഡ് എന്നുള്ള ഈ ഒരു ഭാഗത്ത് ടോട്ടൽ നമ്മുടെ നമ്പർ ഓഫ് പീരീഡ് എന്നുള്ളത് 36 മന്ത് ആണ്. അതിനുവേണ്ടി 36 ശേഷം മൈനസ് മന്ത്സ് എന്ന് എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലുകളിൽ EMI എൻട്രി ചെയ്തിരിക്കുന്ന 36 മാസവും നമ്മൾ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് മാസത്തെ EMI കാൽക്കുലേഷന് വേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. കോമ പ്രിൻസിപ്പൽ വാല്യൂ എന്നുള്ള ഈ ഒരു സ്ഥലത്ത് പ്രിൻസിപ്പൽ റിമൈനിങ് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ശേഷം ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എൻ്റർ എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് 15,899.87 എന്ന് നെഗറ്റീവ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. മന്ത്സ് എന്നുള്ള ഫസ്റ്റ് സെല്ലിലെ റെഫറൻസ് ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്ത് 0 എന്ന് ടൈപ്പ് ചെയ്തതുകൊണ്ടാണ് നെഗറ്റീവ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നത്. ഈ ഒരു നെഗറ്റീവ് വാല്യൂ പോസിറ്റീവിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഭാഗത്ത് ഈക്വൽസ് ടു എന്ന് കഴിഞ്ഞതിന് ശേഷം ABS ബ്രാക്കറ്റ് ഓപ്പൺ ശേഷം അവസാന ഭാഗത്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. എൻ്റർ എന്ന് സെലക്ട് ചെയ്യുന്ന സമയത്ത് പോസിറ്റീവ് വാല്യൂവിലേക്ക് ചേഞ്ച് ആയത് കാണാം. 5 ലക്ഷം ലോൺ എടുത്ത സമയത്ത് 9% ഇൻട്രസ്റ്റ് ചേർത്ത് 36 മാസങ്ങളിലും അടയ്ക്കേണ്ട EMI എമൗണ്ട് എന്നുള്ളത് 15,899.87 എന്നുള്ളതാണ്. ഫസ്റ്റ് EMI പേ ചെയ്യുന്ന സമയത്ത് നമുക്ക് ലോൺ തന്നിരിക്കുന്ന സ്ഥാപനം എത്ര എമൗണ്ടാണ് ഇൻട്രസ്റ്റ് എടുക്കുന്നത് എന്ന് നോക്കാം. അതിനുവേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഇൻട്രസ്റ്റ് റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിനുള്ള ഫോർമുല എന്നുള്ളത് ഇൻട്രസ്റ്റ് റേറ്റ് മൾട്ടിപ്ലൈ ബൈ എമൗണ്ട് ഡിവൈഡഡ് ബൈ 100 എന്നുള്ളതാണ്. ഈ ഒരു ഫോർമുല എക്സലിൽ നമുക്ക് ഉപയോഗിക്കാം. അതിനുവേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളത് 9 ടൈപ്പ് ചെയ്തു. 9 എന്നുള്ളത് ഇയർലി ഇൻട്രസ്റ്റ് ആണ്. മാസങ്ങളിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഡിവൈഡഡ് ബൈ 12 ശേഷം മൾട്ടിപ്ലൈ. അതിനുശേഷം പ്രിൻസിപ്പൽ റിമൈനിങ് കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഡിവൈഡഡ് ബൈ 100. എൻ്റർ എന്ന് കൊടുക്കുന്ന സമയത്ത് ഫസ്റ്റ് പേ ചെയ്തിരുന്ന 15,899.87 എന്ന വാല്യൂവിൽ നിന്നും ഇൻട്രസ്റ്റ് എടുത്തിരിക്കുന്നത് 3,750 എന്നുള്ളതാണ്. EMI എമൗണ്ടിൽ നിന്നും ഇൻട്രസ്റ്റ് കഴിഞ്ഞുള്ള ബാലൻസ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു EMI എൻട്രി ചെയ്തിരിക്കുന്ന ഫസ്റ്റ് സെല്ല് സെലക്ട് ചെയ്തു. മൈനസ് ഇൻട്രസ്റ്റ് എമൗണ്ട് എൻട്രി ചെയ്തിരുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. എൻ്റർ എന്ന് കൊടുക്കുന്ന സമയത്ത് 12,149.87 എന്നുള്ളത് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം.
ഇപ്പോൾ നമ്മൾ ആദ്യ മാസത്തെ EMI എമൗണ്ട് പേ ചെയ്തു. പ്രിൻസിപ്പൽ റിമൈനിങ് എന്നുള്ള ഈ ഒരു സെല്ലിൽ പേ ചെയ്തതിന് ശേഷമുള്ള വാല്യൂ ഡിസ്പ്ലേ ചെയ്യണം. അതിനുവേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു. ഈ ഒരു ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടത് പേ ചെയ്തിരിക്കുന്ന EMI വാല്യൂവിൽ നിന്നല്ല പ്രിൻസിപ്പൽ റിമൈനിങ് എമൗണ്ട് മൈനസ് ചെയ്യേണ്ടത്. ഇൻട്രസ്റ്റ് കഴിഞ്ഞതിന് ശേഷമുള്ള വാല്യൂ ആയ പ്രിൻസിപ്പൽ എമൗണ്ട് ആണ് നമുക്ക് മൈനസ് ചെയ്യേണ്ടത്. അതിനുവേണ്ടി ഈക്വൽസ് ടു പ്രിൻസിപ്പൽ റിമൈനിങ് വാല്യൂ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. മൈനസ് പ്രിൻസിപ്പൽ വാല്യൂ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. 4,87,850.13 എന്ന വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഓരോ മാസങ്ങളിലെ EMI എമൗണ്ട് പേ ചെയ്യുന്ന സമയത്തും പ്രിൻസിപ്പൽ റിമൈനിങ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഫോർമുല താഴേക്ക് ഞാൻ ഡ്രാഗ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം എൻട്രി ചെയ്യുന്ന സെയിം ടൈമിൽ തന്നെ ടോട്ടൽ ഇൻട്രസ്റ്റ് വാല്യൂവും ടോട്ടൽ പ്രിൻസിപ്പൽ വാല്യൂവും ടോപ്പ് ഭാഗത്ത് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെല്ലിൽ ഞാൻ സം ഫംഗ്ഷൻ ഉപയോഗിക്കുന്നുണ്ട്. സം ഫംഗ്ഷന് വേണ്ടി ആൾട്ട് ഈക്വൽ എന്നുള്ളത് സെലക്ട് ചെയ്തു. ഈ ഒരു സെല്ലിൽ ടോട്ടൽ ഇൻട്രസ്റ്റ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ആൾട്ട് ഈക്വൽ എന്നുള്ളത് സെലക്ട് ചെയ്തു. താഴെ ഡിസ്പ്ലേ ചെയ്യുന്ന ഈ രണ്ട് വാല്യൂ ടോപ്പ് ഭാഗത്ത് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ടോട്ടൽ ഇൻട്രസ്റ്റ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യേണ്ട ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു. താഴെ ഇൻട്രസ്റ്റ് വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഇതുപോലെ ടോട്ടൽ പെയ്ഡ് എമൗണ്ട് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. ഈക്വൽസ് ടു പ്രിൻസിപ്പൽ സം വാല്യൂ കണ്ടെയ്ൻ ചെയ്യുന്ന ഈ ഒരു സെല്ല് സെലക്ട് ചെയ്തു. അതിനുശേഷം രണ്ടാമത്തെ മാസത്തെ EMI പേ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് കൺട്രോൾ D എന്നുള്ളത് സെലക്ട് ചെയ്തു. മുകളിൽ കൊടുത്തിരിക്കുന്ന സെയിം ഫോർമുല പ്രകാരം സെയിം വാല്യൂ തന്നെ ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. അതിനുശേഷം രണ്ടാമത്തെ മാസത്തെ ഇൻട്രസ്റ്റ് ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് കൺട്രോൾ D എന്നുള്ളത് സെലക്ട് ചെയ്തു. ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഫസ്റ്റ് മാസത്തെ ഇൻട്രസ്റ്റ് റേറ്റിൽ നിന്നും വാല്യൂ കുറഞ്ഞതായി കാണാം. അതായത് പ്രിൻസിപ്പൽ റിമൈനിങ് വാല്യൂസ് എന്നുള്ളത് 4,87,850.13 എന്ന എമൗണ്ട് ബേസ് ചെയ്താണ് ഈ ഒരു ഇൻട്രസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. പ്രിൻസിപ്പൽ വാല്യൂ ഡിസ്പ്ലേ ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു സെല്ല് സെലക്ട് ചെയ്ത് കൺട്രോൾ D എന്നുള്ളത് സെലക്ട് ചെയ്തു. രണ്ടാമത്തെ മാസത്തെ EMI പേ ചെയ്യുന്ന സമയത്ത് ഒന്നാമത്തെ മാസത്തേതിനേക്കാൾ കൂടുതൽ പ്രിൻസിപ്പൽ എമൗണ്ട് ആഡ് ആയത് കാണാം. പ്രിൻസിപ്പൽ എമൗണ്ട് എൻട്രി ചെയ്യുന്ന സമയത്ത് പ്രിൻസിപ്പൽ റിമൈനിങ് വാല്യൂ എന്നുള്ള ഈ ഒരു കോളങ്ങളിൽ വാല്യൂ അപ്ഡേറ്റ് ചെയ്തു വരുന്നത് കാണാം. ഈ ഒരു സെയിം രീതിയിൽ എൻട്രി ചെയ്യുന്ന സമയത്ത് പ്രിൻസിപ്പൽ എമൗണ്ട് ഇൻക്രീസ് ചെയ്തു വരുന്നതും ഇൻട്രസ്റ്റ് എമൗണ്ട് എന്നുള്ളത് ഡിക്രീസ് ചെയ്തു വരുന്നതും കാണാം. അതിനുശേഷം താഴെയുള്ള മുഴുവൻ സെല്ലുകളിലും വാല്യൂ എൻട്രി ചെയ്യുന്നതിന് വേണ്ടി കൺട്രോൾ D എന്നുള്ളത് സെലക്ട് ചെയ്യുന്ന സമയത്ത് പ്രിൻസിപ്പൽ വാല്യൂ എൻട്രി ചെയ്തിരിക്കുന്ന ഈ ഒരു സെല്ലിൽ ആദ്യ മാസത്തെ പ്രിൻസിപ്പൽ എമൗണ്ട് എന്നുള്ളത് 12,149.87 എന്നായിരുന്നു. എന്നാൽ ഏറ്റവും അവസാന സെല്ലിൽ പ്രിൻസിപ്പൽ എമൗണ്ട് എന്നുള്ളത് 15,781.51 എന്നുള്ളതാണ്. ഇതുപോലെ ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളത് ആദ്യ മാസത്തെ EMI അടയ്ക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് എന്നുള്ളത് 3,750 എന്നായിരുന്നു. എന്നാൽ അവസാന മാസത്തെ ഇൻട്രസ്റ്റ് റേറ്റ് എന്നുള്ളത് 118.36 എന്നുള്ളത് മാത്രമാണ്. പ്രിൻസിപ്പൽ എമൗണ്ട് എന്നുള്ള ഈ ഒരു ഭാഗത്തെ വാല്യൂ ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ആ ഒരു വാല്യൂ ബേസ് ചെയ്ത് താഴെയുള്ള മുഴുവൻ സെല്ലുകളിലും വാല്യൂ അപ്ഡേറ്റ് ചെയ്തു വരുന്നത് കാണാം. മൈക്രോസോഫ്റ്റ് എക്സൽ ഉപയോഗിച്ച് കാർ ലോൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും ഷെയർ ചെയ്യൂ. എക്സലിനെ കുറിച്ചുള്ള മലയാളം ട്യൂട്ടോറിയൽ വീഡിയോകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.